പയ്യന്നൂർ രക്തസാക്ഷി വിവാദം വീണ്ടും കത്തിപ്പടരുന്നു. വി കുഞ്ഞികൃഷ്ണനെതിരെ നിയമ പോരാട്ടവുമായി സിപിഎം നേതാവ് ടി.ഐ. മധുസൂദനൻ. പയ്യന്നൂർ രാഷ്ട്രീയത്തിൽ തുറന്ന പോരാട്ടവുമായി യുഡിഎഫും എൽഡിഎഫും രംഗത്ത്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച രക്തസാക്ഷി ഫണ്ട് വിവാദം കൂടുതൽ ശക്തമായി കത്തിപ്പടരുന്നു. പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് നടന്നുവെന്ന ആരോപണവുമായി മുൻ എംഎൽഎ ടി.ഐ. മധുസൂദനനെതിരെ മുൻ സിപിഎം നേതാവ് വി കുഞ്ഞികൃഷ്ണൻ രംഗത്ത് വന്നതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചൂടേറിയ വിഷയമായി ഇത് മാറി. തെരഞ്ഞെടുപ്പിൽ മധുസൂദനനെ പരാജയപ്പെടുത്തി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ എംഎൽഎ ആവുകയും ചെയ്തു. മുൻപ് സിപിഎം നേതാവായിരുന്ന കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ യുഡിഎഫ് പിന്തുണയോടെയാണ് ജനപ്രതിനിധിയായത്. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ എംഎൽഎക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് സിപിഎം നേതാവ് ടി.ഐ. മധുസൂദനൻ. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണത്തിൽ കണക്ക് പറഞ്ഞ സിപിഐഎം തെരഞ്ഞെടുപ്പ് രക്തസാക്ഷി ഓഫീസ്, നിർമ്മാണ ഫണ്ട് എന്നിവയുടെ കണക്ക് വ്യക്തമാക്കി വി കുഞ്ഞികൃഷ്ണൻ എംഎൽഎക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ടി.ഐ. മധുസൂദനൻ. മാനഹാനിക്ക് നഷ്ടപരിഹാരം വേണമെന്നും നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകം പിൻവലിക്കണമെന്നും മധുസൂദനൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വി കുഞ്ഞികൃഷ്ണന്റേത് കള്ളക്കണക്കെന്നാണ് ടി.ഐ. മധുസൂദനന്റെ വക്കീൽ നോട്ടീസിൽ ആരോപിക്കുന്നത്. ഫണ്ട് വിവാദത്തിലാണ് ടി.ഐ. മധുസൂദനൻ വക്കീൽ നോട്ടീസ് അയച്ചത്. ഇതിൽ പ്രധാനമായി പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ പേരിൽ വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ചാണ്. ഫണ്ട് തിരിമറി നടത്താൻ താൻ വ്യാജ റെസിപ്റ്റ് ബുക്കുകൾ നൽകിയെന്ന് എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് മധുസൂദനൻ ചോദിച്ചു. 28 വ്യാജ റെസിപ്റ്റുകൾ താൻ നൽകിയെന്ന് വി കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചതിലും നോട്ടീസിൽ ചോദ്യമുന്നയിക്കുന്നുണ്ട്. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചതെന്നും നോട്ടീസിൽ പറയുന്നു. രസീത് ആരോപണം തികച്ചും കളവാണ്. 28 പേരിൽ നിന്നും പിരിച്ച ഫണ്ടിൽ 8 പേരുടെ ഫണ്ട് അപഹരിച്ചു എന്ന നിഗമനത്തിൽ എങ്ങനെ എത്തി? 27-28 രസീതുകൾ റിയൽ എസ്റ്റേറ്റുകാരൻ പിരിച്ചതാണെന്ന ആരോപണം കളവാണ്. രസീത് അച്ചടിയും വിതരണവും സ്ഥാനാർത്ഥിക്ക് അറിവുള്ളതല്ല. സ്ഥാനാർത്ഥി ഒറ്റയ്ക്ക് ഫണ്ട് പിരിച്ചുവെന്നത് കളവാണെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു. രക്തസാക്ഷി ഫണ്ട് ആരോപണത്തിലും കുഞ്ഞികൃഷ്ണനെതിരെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. രക്തസാക്ഷി ഫണ്ട് വരവ് ചെലവ് കണക്കുകൾ വ്യക്തമായി നിരത്തിക്കൊണ്ടാണ് മധുസൂദനൻ വക്കീൽ നോട്ടീസ് അയച്ചത്. ഫണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. ഫണ്ട് വിവാദത്തിൽ കണക്കുകൾ പൊതുജനമധ്യേ വെളിപ്പെടുത്താൻ മടിയില്ലെന്ന് സിപിഐഎം നേരത്തെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എല്ലാ വരവ് ചെലവ് വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പൂർണ്ണമായും പിൻവലിച്ച് മാപ്പ് പറയണം. പുസ്തകത്തിലെ ആരോപണങ്ങൾക്ക് പാർട്ടിക്ക് നഷ്ടപരിഹാരം നൽകണം എന്നും നോട്ടീസിൽ ആവശ്യമുണ്ട്. 1 കോടി രൂപയാണ് നഷ്ടപരിഹാര തുകയായി ആവശ്യപ്പെട്ടത്. അതേസമയം ടി.ഐ. മധുസൂദനൻ അയച്ച വക്കീൽ നോട്ടീസിന് കുഞ്ഞികൃഷ്ണൻ മറുപടി നൽകി. ആരോപണങ്ങൾ പിൻവലിക്കാൻ തയ്യാറല്ലെന്നും വസ്തുതാപരമായ കാര്യങ്ങളാണ് ഉന്നയിച്ചതെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. പുസ്തകം പിൻവലിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ടി.ഐ. മധുസൂദനന്റെ ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്നാണ് കുഞ്ഞികൃഷ്ണന്റെ നിലപാട്. ഇതോടെ പയ്യന്നൂരിലെ വിവാദ സംഭവ വികാസങ്ങൾ എൽഡിഎഫും യുഡിഎഫും തമ്മിലുള്ള തുറന്ന പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ഇതിന്റെ അലയൊലികൾ കേരള രാഷ്ട്രീയത്തിൽ ശക്തമായി പ്രതിഫലിക്കുമെന്നത് ഉറപ്പാണ്.